KPCC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ആദ്യമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ ഞാൻ പല പോസ്റ്റുകളിലും മീഡിയയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആര് വന്നിരുന്നാലും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ, പഠിച്ചു കൊണ്ടുപോയാൽ അത് പാൻ കേരള ഫിഗറൊന്നും ആയിരിക്കണം എന്നില്ല. അത് കേരളത്തിനൊരു വികാരം ഉണ്ടാവുന്ന തരത്തിൽ അദ്ദേഹം ഉയരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ അങ്ങനെ ഉയരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരുടെയും തടവറയിലാകാതെ താങ്കൾ പോകുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പോയാൽ മാത്രമേ ഈ പാർട്ടിയിൽ നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകുവാനും കഴിയുള്ളൂ. നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് നിങ്ങളിൽ പ്രതീക്ഷ ഉണ്ടാക്കുവാൻ കഴിയും. പിന്നെ വളരെ സന്തോഷകരമായ ഒരു നിയമനം എന്ന് പറയുന്നത് UDFന്റെ നേതാവായിട്ട്, കൺവീനറായിട്ട് നിയമിക്കപ്പെട്ട ബഹുമാനപ്പെട്ട അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ആളുകളെ പഠിക്കുവാനും പ്രവർത്തകരെ പഠിക്കുവാനും പോരായ്മകൾ പരിഹരിക്കുവാനും ഒക്കെ ശ്രദ്ധ ചെലുത്തുന്ന, ഗ്രാസ് റൂട്ടിൽ ശ്രദ്ധ ചെലുത്തുന്ന വളരെ മികവുറ്റ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. ഇതിന് അത്തരം ഒരു മനസ്സുണ്ട്. ഞാനൊരു ചെറിയ സംഭവമൊക്കെ സൂചിപ്പിക്കാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ എല്ലാ ജില്ലകളിലും നടത്തിയ പാർട്ടിയുടെ ഭാരവാഹികളുടെ, താഴെത്തട്ടിൽ വരെയുള്ള ഭാരവാഹികളുടെ കൺവെൻഷൻ നടക്കുന്നു തിരുവനന്തപുരത്ത്. അധ്യക്ഷൻ ശ്രീ പാലോടി രവി, അദ്ദേഹം വളരെ സുപ്രസിദ്ധമായ രീതിയിൽ കഴിഞ്ഞ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കും. അവിടെ ഇരുന്ന നേതാക്കളൊക്കെ ശ്രീ അന്നത്തെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മറ്റ് എല്ലാ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ വരെ രണ്ടാം നിരയിലിരുന്ന അടൂർ പ്രകാശ് എഴുന്നേറ്റ് പതുക്കെ വന്നു മൈക്കിനെടുത്തു. അപ്പോഴാണ് ഈ സദസ്സിലിരുന്നവരൊക്കെ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ്. അദ്ദേഹം വെളിയിലോട്ട് പോവുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ പലരും സദസ്സിലിരുന്നവരത് ശ്രദ്ധിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ അന്നും സന്തോഷകരമായ കാര്യമാണ്, എന്നും അത് സന്തോഷകരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതിൽ കൂടുതലും ശരിയല്ലാത്ത കാര്യങ്ങളാണ്. അത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതല്ല. നിർഭാഗ്യവശാൽ പല സംഭവങ്ങളിലും ഞാൻ ഉള്ളതുപോലെ ശേഷി തരൂരിൽ പങ്കെടുത്തില്ല. അദ്ദേഹം അതും കൂടെ കോട്ട് ചെയ്ത് പറഞ്ഞു. തിരുവനന്തപുരം പാർലമെന്റിലും ഒന്നും നടക്കുന്നില്ല, ഇവിടെ ആറ്റിങ്ങൽ ചിറയൻകീഴ് പാർലമെന്റിലും ഒന്നും നടക്കുന്നില്ല. ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, പോലെ ഫോട്ടോ ഷൂട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്, അല്ലാതെ ഒന്നും നടക്കുന്നില്ല. വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഞാൻ ഇത്തരമൊരു സംസാരിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. കാര്യങ്ങൾ നേതാക്കൾ മനസ്സിലാക്കണം, അല്ല തലയാട്ടി പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന ശൈലി അദ്ദേഹം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥാനത്തേക്ക് വന്നേക്കുന്നു എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പം, കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു കുഴപ്പം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആരെയും പിണക്കണ്ട, അടുത്ത കുണാണ്ടറന്മാരെ ഒന്നും നമ്മൾ പിണക്കരുത്. ഇപ്പോൾ അടുത്തത് KPCC പ്രസിഡന്റ് സ്ഥാനം നമ്മളെ മാടി വിളിക്കുന്നുണ്ട്, നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനം മാടി വിളിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അങ്ങേക്ക് വരരുത് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങയെക്കുറിച്ചുള്ള വിശ്വാസത്തിന് താങ്കളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും താങ്കളിൽ നിന്ന് അതുണ്ടാകും. അത് UDFന്റെ കൺവീനർ എന്നുള്ള രീതിയിൽ എനിക്ക് പരിമിതമായ അധികാരമേ ഉള്ളൂ എന്നുള്ളതല്ല. UDFന്റെ കൺവീനർ എന്ന് പറയുന്നതാണ് KPCC പ്രസിഡന്റ് തൊട്ട് താഴെയുള്ള പോസ്റ്റ്. അദ്ദേഹം സംഘടനയെ കൂടെ താങ്കൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഈ
ഗുണാണ്ടറന്മാരായ നേതാക്കൾ, ഗുണാണ്ടറന്മാരെന്നുള്ള അർത്ഥം ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, നേതാക്കളെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് താങ്കൾ. കൃത്യമായി താങ്കൾ അഭിപ്രായം പറയുന്ന ആളുമാണ് താങ്കൾ. തീർച്ചയായിട്ടും അത് ഇനിയും അവരെയൊക്കെ ആക്ഷേപിക്കുക, ആരെങ്കിലും ആക്ഷേപിക്കുക എന്നുള്ളതിൽ ആരെങ്കിലും പൂർണ്ണമായി അകറ്റി നിർത്തുക എന്നുള്ളതല്ല. അവരകറ്റി നിർത്തിയിരിക്കുന്ന ആളുകളെയൊക്കെ അടുപ്പിച്ച് നിർത്തുവാനുള്ള ബാധ്യത കൂടെ താങ്കൾ വന്നു ചേർന്നിരിക്കുന്നു. ഒരു ഭാരവാഹിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സംഘടനാ ചുമതല നൽകപ്പെട്ട, ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ തവണയും നൽകപ്പെട്ട നേതാവാണ് ശ്രീ പി.സി. വിഷ്ണുനാഥ്. ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം.